നെഹ എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി മുസ്ലിം ആയതിനു ശേഷം അവള് സ്നേഹിക്കുന്ന ഫൈസാനെ വിവാഹം ചെയ്ത് മണിയറയിൽ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് കയറി വരുന്നത് ഇവിടെ മുസ്ലിം ആയിട്ട് മാറ്റിയ ആ ഒരു ഉസ്താദായിരുന്നു. എന്നിട്ട് അവളെ ഉപദ്രവിക്കുന്നത്. എന്നിട്ട് നന്നായി തന്നെ കുറെ സ്ത്രീകൾ വന്ന് അവളെ കുളിപ്പിക്കുകയാണ്. അവളെ വിളിച്ചു കൊണ്ടുപോകാൻ വന്ന ഫൈസാനോട് ആ ഒരു കിളവൻ പറയാണ്, എന്റെ ഭാര്യയെ ഞാൻ ശുദ്ധിയാക്കിയിട്ടുണ്ട്, 40 ദിവസം ശുദ്ധി ഇല്ലാതിരുന്ന അവളുടെ ശരീരത്തെ ഞാനിപ്പോ ശുദ്ധിയാക്കിയെന്ന്. എന്നിട്ട് അവന്റെ കയ്യിൽ കുറച്ച് പൈസ എടുത്തു കൊടുക്കുന്നുണ്ട്. നെഹക്ക് ഇതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റാതെ അവൾ വളരെ അധികം കരഞ്ഞുകൊണ്ടാണ് ഫൈസാന്റെ കൂടെ പോകുന്നത്. ദിവ്യ ഒരു മുസ്ലിം പയ്യന്റെ കൂടെ തന്നെ ഓടി വന്ന് അവളിപ്പോ മുസ്ലിമായി കൺവേർട്ട് ചെയ്തേക്കാണ്. അവളുടെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരു ഹിന്ദു പെൺകുട്ടിയായ ദിവ്യ പർദ്ദലായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാണ്. ഇത് കണ്ട് അവളുടെ അച്ഛനും അമ്മയും ആകെ ഷോക്ക് ആവുന്നുണ്ട്. അമ്മ അവളോട് അതെല്ലാം ഊരിക്കളയാനായിട്ട് ആവശ്യപ്പെടാണ്. എന്നാൽ അവൾ അതൊന്നും കേൾക്കുന്നില്ല. ദിവ്യക്ക് ശരിക്കും 16 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ഇവര് കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവൾക്ക് 18 വയസ്സായി എന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസുകാർക്ക് പ്രത്യേകിച്ച് നടപടികളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ദിവ്യ ഇപ്പോ അവൻ എന്റെ ഭർത്താവാണെന്നും ഞാൻ അവന്റെ കൂടെ മാത്രമേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛനും അമ്മനെയും ഒരു തരി പോലും വില വെക്കാതെ അവന്റെ കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. സുരേഖ എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി സെലീമിനായിട്ട് ഇപ്പൊ ലിവിംഗ് ടുഗദർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സെലീമിന്റെ ഒന്നാം ഭാര്യ ആ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. സെലീം എന്ന് വെച്ചാൽ അവളെ നല്ല പോലെ തന്നെ സ്വീകരിക്കുകയാണ്. സുരേഖയോട് അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ അവൻ ഇപ്പൊ പറയാണ് ഈ വീട്ടിൽ തന്നെ അവളും താമസിക്കുന്നു. എന്നാൽ സുരേഖ അത് പറ്റില്ല എന്ന് പറഞ്ഞ അവനോട് തല്ലുണ്ടാക്കുന്നുണ്ട്. അവൻ ഒരുപാട് കരഞ്ഞോണ്ട് പറയാണ് അവന്റെ കയ്യില് വേറെ വീടെടുത്ത് മാറാന് വാടക കൊടുക്കാനുള്ള പൈസ ഇല്ലാന്ന്. അതുകൊണ്ട് സുരേഖയും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതാണ്. പക്ഷെ 3 മാസത്തെ കൂടുതൽ അവൾ അഡ്ജസ്റ്റ് ചെയ്യില്ലാന്നും പറയുന്നുണ്ട്. ദിവ്യക്ക് റീൽസ് ആയിരുന്നു അവളുടെ ലോകം. വാതിലടച്ചിട്ടിരുന്ന് ആരും അറിയാതെ അവള് റീൽസ് എടുത്തോണ്ടിരിക്കുമ്പോൾ അവളുടെ ഭർത്താവായിട്ടുള്ള ഋഷിബ് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് ഇതെല്ലാം ഇവിടെ ഹറാമാണെന്നും നീ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. ഇത് കേട്ട ദിവ്യ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് സെക്സി ഗ്ലാമറസ് ഡാൻസ് ഒക്കെ അവൻ തന്നെ ഷൂട്ട് ചെയ്ത് തരാമെന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ വാക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും പറഞ്ഞ് തല്ലാവുന്നുണ്ട്. അവനും ദിവ്യയുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കാണ്. ഇപ്പൊ പതുക്കെ സെലീമിന്റെ സ്വഭാവത്തിലും വലിയ വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഭാര്യനെ എന്നാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതെന്ന് സുരേഖ അവനോട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആവശ്യമില്ലാതൊന്നും ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് അവന്റെ ഒന്നാമത്തെ ഭാര്യനെ ഇപ്പൊ അവൻ ഡിവോഴ്സ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സുരേഖക്ക് ഇനി അവന്റെ കൂടെ ഒത്തുപോകാനായിട്ട് പറ്റില്ല എന്ന് വിചാരിക്കുകയാണ്. അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് കുറെ പർദ്ദയിട്ട സ്ത്രീകൾ വന്ന് അവൾ അവിടെ തടഞ്ഞു നിർത്താണ്. വേറെ വഴിയില്ലാതെ റൂമിൽ അവൾ വാതിലടച്ചിട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സുരേഖയോടും സെലീം നീ മുസ്ലിം ആയിട്ട് കൺവേർട്ട് ആവണം എന്നും പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് ജീവൻ പോയാലും അത് ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പൊ നെഹക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ ഭർത്താവായിട്ടുള്ള ഫൈസാന്റെ സമ്മതപ്രകാരമാണ് അയാൾ അവളെ റേപ്പ് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം. അതിനെപ്പറ്റി അവനോട് ചോദിക്കുന്നുണ്ട്. എന്താ ഞാൻ നിനക്കൊരു പുതിയ ജീവിതമാണ് തന്നിക്കുന്നത്, അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറഞ്ഞ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ ആ ഒരു കിളവനുണ്ടല്ലോ അയാള് ഫൈസാന് ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞ പൈസനേക്കാളും കുറവ് പൈസയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാര്യം അവന്റെ ഉമ്മ അവനോട് പറയുന്നുണ്ട്. നീ അവൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെങ്ങനെ മുതലാക്കണമെന്ന് ഉമ്മക്ക് അറിയാലോ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. ആക്ച്വലി അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. പിന്നീട് അങ്ങോട്ട് ഉമ്മ അടുത്തുള്ള ആൾക്കാരെ എല്ലാം നെഹയുടെ റൂമിലേക്ക് വിടാണ്. അവൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവളെ കട്ടിലിൽ കെട്ടിയിട്ടിട്ട് എല്ലാവരും അവളെ റേപ്പ് ചെയ്യുന്നു. ഇൻക്ലൂഡ് ആ ഫൈസാന്റെ ചേട്ടൻ പോലും പോയി നെഹയെ റേപ്പ് ചെയ്യാണ്. അതിനുശേഷം ആ ഒരു ഉമ്മ നെഹയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ കയ്യിൽ നിന്നെല്ലാം പൈസ വാങ്ങി വെക്കാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഈ മൂവി ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.